വിട്ടു ബഹാനെ ബാസ്. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 8 മണിക്ക് നിഖിൽ. Watch full episodes on Jio Hotstar. അതാ കണ്ടോ, ആ നടുക്ക് കാണുന്നതാണ് നമ്മുടെ കാർണിവൽ ഐലൻഡ്. പിന്നെ അവിടെ ആ കാണുന്നതാണ് സ്കോർപിയൻ ഐലൻഡ്. പിന്നെ ഇതാണ് ക്രോക്കോഡൈൽ ഐലൻഡ്. മനസ്സിലായോ? ഇതിനെയാണ് ടൈഗർ ഐലൻഡ് എന്ന് പറയുന്നത്. പിന്നെ ഇത് ലയൺ ഐലൻഡ്. പിന്നെ ഇതാണ് അനക്കോണ്ട ഐലൻഡ്. ആ കാണുന്നതാണ് ഡൈനോസോർ ഐലൻഡ്. അല്ല, ഇത്രയും ഭംഗിയുള്ള ഐലൻഡിനൊക്കെ എന്തിനാ ഇത്രയും പേടിപ്പിക്കുന്ന പേരുകൾ വെച്ചിരിക്കുന്നത്? ഇതിന്റെ ഉടമസ്ഥനും പേടി തോന്നുന്ന ആളാണല്ലോ. ആ ഐലൻഡിൽ ആരും വരാൻ അയാൾ ഇഷ്ടപ്പെടുന്നില്ല. അയാൾ എല്ലാ കുറ്റങ്ങളും ചെയ്യുന്നു, സ്മഗ്ലിംഗ് ഇഷ്ടവിനോദവും. അതുകൊണ്ട് തന്നെ എന്റെ ഐലൻഡ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി അയാൾ എന്റെ പുറകെ കൂടിയിരിക്കുക. അയാളുടെ പേരെന്താണ്? മഗ്രാൽ. പൊളിച്ചെടുത്തല്ലോ. നിനക്ക് വിശപ്പുണ്ടോ? കഴിച്ചോ. ഗജിതാറാംജി, ഒന്നിന് കൊടുത്താൽ ഇനിയും ഒരുപാടെണ്ണം വരും. കൊടുക്കണ്ട. എനിക്ക് കടൽ പക്ഷികളെ കഴിപ്പിക്കുന്നതിൽ 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. നീ കഴിച്ചോ. എന്റെ അത്തിപ്പാറ അമ്മച്ചി, ഇപ്പൊ നിന്റെ 20 വർഷത്തെ അനുഭവം എവിടെ പോയി വസിട്ട്? ബൈ ബൈ. ഇനി നിങ്ങൾ തനിയെ രക്ഷപ്പെട്ടോളൂ. അല്ല പത്തിലോ, ഈ പൈലറ്റ് എന്തിനാ എടുത്ത് ചാടിയത്? എനിക്കറിയില്ല. നീ വേണമെങ്കിൽ പൈലറ്റിന്റെ അടുത്ത് പോയി ചോദിക്കേ. തനിക്ക് പ്ലെയിൻ എന്താ നേരെ ഓട്ടിക്കാൻ അറിയില്ലേ? എന്നാ പിന്നെ ഇന്നാ നീ തന്നെ മര്യാദയ്ക്ക് ഓടിക്കേ. എന്തിനാ ഹാൻഡിൽ പറിച്ചെടുത്തത്? ഇനി എങ്ങനെ പ്ലെയിൻ ഓടിക്കാൻ സാധിക്കുക? മോട്ടു പത്ലു, നിങ്ങൾ സത്യത്തിൽ നല്ല മിടുക്കന്മാര് തന്നെയാ. എന്നെ രക്ഷിച്ചതിൽ നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. മെനി മെനി താങ്ക്സ്. എന്നാലും ആ പൈലറ്റ് എന്തിനാ ഇതിന്ന് എടുത്ത് ചാടിയത്? ഇതെല്ലാം ആ മഗ്രാലിന്റെ പണിയാണ്. എന്റെ കാർണിവൽ ഐലൻഡ് അവന് കൊടുക്കാത്തതിന്റെ ദേഷ്യമാണ്. എന്നെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ന് നിങ്ങൾ കാരണമാണ് ഞാൻ രക്ഷപ്പെട്ടത്. പക്ഷേ ഇനി ഒരിക്കൽ ഞാൻ രക്ഷപ്പെട്ടെന്ന് വരില്ല. അവന്റെ ഒരു പണി ഇവിടെ നടക്കില്ല. വരും പത്തിലു, അവനെ കാണേണ്ടതുപോലെ കണ്ടിട്ട് വരാം നമുക്ക്. എന്റെ പത്തില് ഒരു കടയില് സമൂസ കാണുന്നില്ലല്ലോ. എന്ത് സ്ഥലമായത്? ഇവിടെയുള്ള ആൾക്കാരൊന്നും സമൂസ കഴിക്കാറില്ലേ? അതിനിപ്പോ സമൂസ ഇല്ലെങ്കിൽ എന്താ? അങ്ങോട്ട് നോക്ക്, എത്ര സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കിയിരിക്കുന്നെന്ന്. ഇഷ്ടമുള്ളത് എടുത്ത് കഴിച്ചോ.
മോട്ടു ദേ അത് നോക്ക്. രാത്രി അവനായിരുന്നു നമ്മുടെ ടെന്റിന്റെ പുറകിൽ ഉണ്ടായിരുന്നത്. വാ നമുക്ക് അവനെ പിടിച്ചിട്ട് ചോദിക്കാം നമ്മുടെ ടെന്റിന്റെ പുറകിൽ അവൻ എന്തെടുക്കായിരുന്നു എന്ന്. ഹലോ, ഇന്നലെ രാത്രി മോട്ടു ചോദ്യം ചെയ്യലൊക്കെ ഞാനായിക്കോളാം. ഈ കാര്യത്തിൽ ഞാൻ എക്സ്പേർട്ട് ആണ്. ഏയ് എടാ നീർക്കോലി പയ്യ, ഇന്നലെ രാത്രി നീ ഞങ്ങളുടെ ടെന്റിന്റെ പുറകെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? മര്യാദക്ക് പറഞ്ഞോ 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 ഇപ്പൊ തന്നെ പറഞ്ഞോ. എന്നോടൊന്നും ചോദിക്കല്ലേ, എന്തേലും ഉണ്ട് ഇത് അവന്റെ അടുക്ക ചോദിച്ചോ. ആരോടാ ചോദിക്കേണ്ടത്? പറ 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 പറ. ഇവിടെ എങ്ങും ആരും ഇല്ലല്ലോ, ആരോട് ചോദിക്കാനാ? സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. ഇനി പറ, ഇന്നലെ രാത്രി ടെന്റിന്റെ പുറകിൽ എന്തെടുക്കുമായിരുന്നു? നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചു. നിങ്ങൾ എന്ത് നല്ല മനുഷ്യരാണ്. ഞാൻ നിങ്ങൾക്ക് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. ഒരു കാര്യം മാത്രം ഓർത്തോ, കാർണിവലിന്റെ രാത്രിക്ക് മുമ്പ് ഇവിടുന്ന് പൊക്കോണം, ഇല്ലെങ്കിൽ ആരും ബാക്കിയാണില്ല. അല്ല നീ എന്താ ഈ പറയുന്നത്? ആരും രക്ഷപ്പെടില്ല എന്ന് വെച്ചാ? അതെനിക്ക് ശരിക്കും അറിയില്ല. അത് നിങ്ങളോട് എന്റെ ബോസ് പറയും. അത് അദ്ദേഹത്തിനോട് ചോദിക്കുക. മോട്ടു എനിക്കിപ്പോ തോന്നുന്നു അവൻ പിന്നെ ഓടി രക്ഷപ്പെട്ടെന്നാ. നമുക്ക് ഇവിടുത്തെ പോലീസ് ഇൻചാർജിനോട് ഈ വിവരം പറഞ്ഞേ പറ്റൂ. വേഗം വാ. കാർണിവലിന്റെ അന്ന് രാത്രി എല്ലാം തീരും, എല്ലാം തീരും. കമ്മീഷണർ ഹർബാൽ സിംഗ് എന്നാണ് എന്റെ പേര്. സ്നേഹം കൊണ്ട് ആളുകൾ എന്നെ ഹാരി എന്ന് വിളിക്കോ. ചെല്ല്, ചെന്ന് വീട്ടിൽ പോയി മനസ്സമാനത്തോടെ വിശ്രമിക്ക്. ഇവിടെ ഒന്നും സംഭവിക്കില്ല. പിന്നെ ഈ കാര്യം നിങ്ങളോട് ആരാ പറഞ്ഞത്? സർ, ഞങ്ങൾക്കൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ അത് ആരാ പറഞ്ഞെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അലോ മീ ടു ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് ടു യു. ഐ ആം ചിങ്കം, ഇൻസ്പെക്ടർ ചിങ്കം. നീ ഒരു സാധാരണ ഒരു ഇൻസ്പെക്ടർ ആണ്. ഹൗ ഡെയർ യു ഓഫർ എ ഷേക്ക് ഹാൻഡ്? അതിന് നിനക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത്? സല്യൂട്ട് മീ. സോറി സർ, സോറി സർ. യെസ് സർ, സല്യൂട്ട്. അറ്റൻഷൻ. പൊളിച്ചെടുത്തല്ലോ കമ്മീഷണർ സാറേ. പെരേഡൊക്കെ പിന്നെ നടത്താം, ആദ്യം ഐലൻഡ് രക്ഷിക്കണം സാറേ. എന്റെ സെക്യൂരിറ്റി ഭയങ്കര ടൈറ്റ് ആണ്. ഇവിടെ ഒന്നും തന്നെ സംഭവിക്കില്ല. ഓ, പിന്നെ ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കരുത്. ഇതറിഞ്ഞാൽ ആളുകൾ വെറുതെ പേടിച്ചു പോകും. All of you, attention. About turn. March fast. Left, right, 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 left. എന്റെ അമ്മോ, മുന്നിലൊരു വലിയ മതിലുണ്ടല്ലോ. പെരേഡാണെങ്കിൽ നിർത്താനായാലും പറയുന്നില്ല. Left, right, 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 left. Parade stop. ഇപ്പോഴാണ് നിർത്താൻ പറയുന്നത്.
ആ മോട്ടു ഇത് മാഗ്നറ്റിക് ഷൂസ് ആണ്. പ്ലെയിൻ റൈറ്റ് സൈഡിലേക്ക് തിരിക്കുക. ഫുർഫുരി നഗറിലെ കൊതുക് നഗരാളിന്റെ അടുത്ത് പൊരുതാറോ നീ? ഞാൻ നിന്നെ കൊതുകിനെ കൊല്ലുന്ന പോലെ കൊന്നുകളയും. ഇന്ന് നിന്നെ ആർക്കും രക്ഷിക്കാൻ സാധിക്കില്ല. എന്റെ അമ്മോ, ആരോ റിമോട്ട് ഓൺ ചെയ്തിട്ടുണ്ടല്ലോ. എത്രയും പെട്ടെന്ന് ഡിഫ്യൂസ് ചെയ്യണം. മകരാൾ ഒരിക്കലും തോൽവി സമ്മതിക്കാറില്ല. For the plan! വലിയേട്ടാ, അത്ര പെട്ടെന്നൊന്നും ഞാൻ തോൽവി സമ്മതിക്കുന്ന ആളല്ല. ഇനി യുദ്ധം തുല്യന്മാര് തമ്മിൽ. മോട്ടു, പ്ലീസ് എന്നെ രക്ഷിക്ക. ഞാൻ തോറ്റു. ഞാൻ തോൽവി സമ്മതിച്ചു. രക്ഷിക്കൂ, എന്നെ ഒന്ന് രക്ഷിക്കൂ. രക്ഷിക്ക, രക്ഷിക്ക, രക്ഷിക്ക.
ഇനി വരും 3 മിനിറ്റേ ബാക്കിയുള്ളൂ. എന്റെ അമ്മോ, ഇനി വെറും 3 മിനിറ്റുകളെ ബാക്കിയുള്ളൂ. അതിന്റെ ഉള്ളിൽ കുറെ ബോംബ് ഡിഫ്യൂസ് ചെയ്യാനുണ്ട്. അത് നടക്കുന്നു തോന്നുന്നില്ല. അതെ, ഫ്ലോട്ടിന് എത്രത്തോളം മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും കൊണ്ടുപോകൂ. ഒരുപക്ഷെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ലെങ്കിലും മുത്തശ്ശന്റെ ഐലൻഡിനെയും പിന്നെ അവിടെയുള്ള ജനങ്ങളെയും നമുക്ക് രക്ഷിച്ചേ പറ്റൂ. ഞാൻ സന്തുഷ്ടനാണ്, കാരണം നമ്മൾ ജീവിതത്തിന്റെ ഈ ഒരു അവസ്ഥയിലും ഒന്നിച്ചാണ്. സോറി ചിങ്കം സാറേ, ഡോക്ടർ ജഡ്ക സോറി. നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ഇവിടേക്ക് വരേണ്ടി വന്നു. പത്ലു, എനിക്ക് അവന്റെ ആ ചിരി അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. പരിശ്രമിക്കുന്നവർ ഒരിക്കലും തോൽക്കാറുമില്ല. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ പത്ലു? അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യൂ. ഐഡിയ. നമുക്ക് ബോംബ് ഡിഫ്യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പൊ എന്താ? ഫ്ലോട്ടിന്റെ ഏത് പ്ലേറ്റിലാണ് ബോംബ് വെച്ചിരിക്കുന്നത് അതെടുത്ത് മാറ്റിയാ പോരെ. വേഗം വരൂ. എന്റെ ബ്രോ, ഇത് അടിപൊളി ഐഡിയ ആണ്. ഇനിയും 10 സെക്കൻഡ് ബാക്കിയുണ്ട്. ഇത് അവന്റെ ബോംബാണ്, അവന് തന്നെ തിരിച്ചു കൊടുത്തേക്കാം. അഞ്ച്, 4, 3, 2, 1. ഇത് മുതലകളുടെ കണ്ണീരല്ല, ഇത് മുതലാളുടെ കണ്ണീരാണ്. അത് കണ്ടല്ലോ, കാർണിവലിന്റെ ഒരു പുതിയ നിറം കിട്ടിയിരിക്കുന്നേ. ഇങ്ങനെ ആദ്യമായിട്ടാവും ഇവിടെ സംഭവിക്കുന്നുണ്ടാവുക. ആ
സൂക്ഷിച്ച്. താങ്ക് യു മോട്ടു പത്ലു, താങ്ക് യു. Watch India's largest kids library only on Jio Hotstar. Download the app now.